എല്ലാവർക്കും ഫോങ്ക്ടൻ എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് അലോവേര ജ്യൂസ് നമ്മൾ വീട്ടിൽ തന്നെ ജ്യൂസ് ഉണ്ടാക്കിയിട്ട് എങ്ങനെ അതിൽ നിന്ന് നല്ലൊരു അലോവേര ജെൽ ഉണ്ടാക്കിയെടുക്കാം നമുക്ക് നോക്കാം. നിങ്ങൾക്ക് മാർക്കറ്റിൽ കിട്ടുന്ന ആ ജെല്ലിൻ്റെ ഒരു കളർ നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഇത് ഒരു ചെറിയൊരു യെല്ലോയിഷ്, പക്ഷേ മറ്റേ സാധാരണ നമ്മൾ അലോവേര ജെല്ല് ഫിൽറ്റർ ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ആ ജെല്ലിനേക്കാളും ക്ലാരിറ്റി കൂടുതലായിരിക്കും. മറ്റേതൊരു യെല്ലോയിഷ് കളറായിരിക്കും. ഇതാണ് അതിൻ്റെ ഡിഫറൻസ്. ഇപ്പം നമ്മൾ വീട്ടിൽ ഫിൽറ്റർ ചെയ്ത് അലോവേര ജെൽ ഉണ്ടാക്കുമ്പോൾ മറ്റേ യെല്ലോ കളറിലേക്ക് വരും. അത് പക്ഷേ നമ്മൾ കുറച്ച് നാൾ വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ കളർ ചേഞ്ച് വരുന്നത്. ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ഉണ്ടാവില്ല. പക്ഷേ ഇതിപ്പോൾ ഞാൻ ഒരു മാസത്തിലേറെയായി വെച്ചിട്ട് പക്ഷേ യാതൊരു കളർ ചേഞ്ചോ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ അതിൻ്റെ സീക്രട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ ഫിൽറ്റർ ചെയ്യുമ്പോൾ ഒരിക്കലും അതിലെ ഫൈബർ നമുക്ക് കംപ്ലീറ്റ് റിമൂവ് ചെയ്യാനായിട്ട് പറ്റില്ല. നമുക്കിപ്പോൾ ഫാക്ടറിയിലൊക്കെ വരുന്നത് ഓഫ്കോഴ്സ് അതിൻ്റെ കംപ്ലീറ്റ് ഫൈബർ റിമൂവ് ചെയ്തിട്ടാണ്. ഇപ്പോൾ ഈ ജ്യൂസ് ഞാൻ ഉണ്ടാക്കിയത് ഓൾമോസ്റ്റ് 1 ഇയർ ആവാറായിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഇതിലിപ്പോൾ കണ്ടോ ഫൈബേഴ്സ് മുഴുവൻ നമ്മളൊരു 2-3 ആഴ്ച വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഫൈബർ മുഴുവൻ ഇതിൻ്റെ അടിയിലേക്ക് അടിയും. അപ്പോൾ അത് അനക്കാതെ വേണം നമ്മൾ ഈ ജ്യൂസ് എടുക്കാനായിട്ട്. കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് അനക്കുമ്പോഴേക്കും ആ ഫൈബർ മുകളിലേക്ക് പൊന്തി വരും. എന്നിട്ട് നമ്മൾ അത് വെച്ചിട്ടാണ് നമ്മൾ ജെൽ ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ ജെൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്യുവർ ജ്യൂസ് വെച്ചിട്ട് നമുക്ക് സാന്താൻഗം വെച്ചിട്ട് പ്രിസർവേറ്റീവ് വെച്ചിട്ട് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അല്ല നമുക്ക് ഒരേ യൂസിനനുസരിച്ച് ചിലവർക്ക് ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഡ്രൈ സ്കിന്നിന് നമുക്കൊരു 7-8% വരെ ഈ ജെല്ലിൽ നമുക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് മോക്കുരുള്ളവർക്കാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 50% നമുക്ക് ഈ അലോവേര ജ്യൂസ് എടുത്തു, 50% നമുക്ക് റോസ് വാട്ടർ എടുത്തിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഈ അലോവേര ജ്യൂസ് ഞാൻ പ്രിസർവ് ചെയ്ത്, കാരണം നമ്മൾ 3 ആഴ്ചക്ക് ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് കുഴപ്പമില്ല, പ്രിസർവേറ്റീവ് ഇല്ലാതെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഈ 3 ആഴ്ച കഴിയുമ്പോൾ അനക്കാതെ ആ ഫൈബർ ഇല്ലാതെ തന്നെ നമുക്ക് ആ ജ്യൂസ് കൊണ്ട് നമുക്ക് ജെൽ ഉണ്ടാക്കിയെടുക്കാം. റോസ് വാട്ടറും നമ്മൾ അലോവേര ജ്യൂസും വെച്ചിട്ടുണ്ടാക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇതിൽ ഈ അലോവേര ജ്യൂസിൽ പ്രിസർവേറ്റീവ് ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇതിൽ പ്രിസർവേറ്റീവിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ഞാനത് ഉണ്ടാക്കിയതാണ് അലോവേര ജ്യൂസും റോസ് വാട്ടറും പിന്നെ സാന്താൻഗം. പിന്നെ ബാക്കി 3ഉം നമുക്ക് ഓയിലാണ്. റോസിപ്പ് ഓയിൽ ഞാൻ ഇതിന് മുമ്പ് എങ്ങനെ ഉണ്ടാക്കിയെന്ന് കാണിച്ചായിരുന്നു. റോസിപ്പ് ഓയിൽ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് നല്ല ബ്രൈറ്റ്നസ് ഒക്കെ കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്ന ഒരു സാധനമാണ് ഈ റോസിപ്പ് ഓയിൽ. പിന്നെ ഒലീവ് സ്കെലൈൻ എന്ന് പറയുന്ന ഒരു സാധനം, അത് ഒലിവ് ഓയിലിൻ്റെ പ്യൂർ ആയിട്ടുള്ള, അതിൽ ഫാറ്റ് എല്ലാം റിമൂവ് ചെയ്ത്, അതുപോലെ നമുക്ക് കോക്കനട്ടിൻ്റെയും അതുപോലെ തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ഏത് ടൈപ്പ് സ്കിന്നിനും നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ വൈറ്റമിൻ ഇ, ഞാനിതിൽ ഗ്ലിസറിൻ ഉപയോഗിക്കുന്നില്ല. സാന്താൻഗം പൊതുവേ നമ്മൾ ഗ്ലിസറിനിൽ നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് വാട്ടറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പക്ഷേ ഗ്ലിസറിൻ ഉപയോഗിക്കാത്തതാണ് ഞാൻ ഡയറക്റ്റ് സാന്താൻഗം ആഡ് ചെയ്ത് കൊടുത്തത്. കാരണം ഗ്ലിസറിൻ മോക്കുകൂടെ ഉള്ളവർക്ക് പറ്റില്ല. എല്ലാ ടൈപ്പ് സ്കിന്നിനെന്ന് പറയുമ്പോൾ ഗ്ലിസറിൻ മോക്കുരുള്ളവർക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് സാന്താൻഗം ഡയറക്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതൊരു 8 to 9 hours വരെ അത് അവിടെ ഇരിക്കണം. കാരണം ഗ്ലിസറിൻ ഇല്ലാത്ത കാരണം ശരിക്കും ടൈം എടുക്കും അത് ഇതിലേക്ക് മിക്സ് ആവാനായിട്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ടൊരു ഹാൻഡ് മിക്സർ വെച്ച് നന്നായിട്ട് മിക്സ് ആവണം. എന്നിട്ട് അത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇനി നമുക്ക് ഓയിലുകൾ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് ഓയിലാണോ ഗുണമായിട്ട് തോന്നുന്നത്. ചിലർ കോക്കനട്ട് ഓയിലൊക്കെ ആണെങ്കിൽ ഭയങ്കര തിക്നെസ് കൂടുതലാണ്. അപ്പോൾ ഇത് വാട്ടർ ആണല്ലോ, അപ്പോൾ വളരെ കുറവേ കോക്കനട്ട് ഓയിലൊക്കെ ആണെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു മാക്സിമം 2%. പിന്നെ വൈറ്റമിൻ ഇ വളരെ 0.50 അങ്ങനെയൊക്കെ. അതായത് ഫാറ്റ് കൂടിയ ഓയിലുകൾ നമ്മൾ ആഡ് ചെയ്യുന്നത് ജെല്ലാണ്. അപ്പോൾ അത് നമ്മൾ സെപ്പറേറ്റ് ചെയ്യാനായിട്ടുള്ള വെള്ളവും ഇതും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഇതാണ് ഒലിവ് സ്കെലൈൻ എന്ന് പറയുന്നത്. കണ്ടോ, ഇത് ഒഴിക്കുമ്പോഴേക്കും വെള്ളം പോലെയാണ്, പക്ഷെ നല്ല പെട്ടെന്ന് അബ്സോർബ് ചെയ്യും, സ്കിന്നിലേക്ക് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് നിർത്തുകയും ചെയ്യും. ഇത് നമ്മുടെ റോസിപ്പ് ഓയിലാണ്. ഇനിയിപ്പോൾ മഞ്ചിഷ്ട എക്സ്ട്രാക്ട് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം നമുക്ക്. പക്ഷേ ഗ്ലിസറിനിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോക്കുരുള്ളവർക്ക് വളരെ ചെറിയ പെർസെൻറ്റേജ് യൂസ് ചെയ്യാം. ഇനി ഇതിൻ്റെ യൂസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അൺലിമിറ്റഡ് ആണ്. ഏത് സ്കിന്നുകാർക്കും ഇത് യൂസ് ചെയ്യാന്നുള്ളതാണ് ഇതിൻ്റെ ഗുണം. സ്കിന്നിനായാലും ഹെയറിനായാലും ഒക്കെ നല്ലതാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഡ്രൈ സ്കിന്നുകാർക്കാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഓയിലുകൾ ആഡ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ബേസിക് മോയ്സ്ചറൈസിങ് ക്രീമായിട്ട് ഉപയോഗിക്കാം. പിന്നെ നമ്മൾ ഒരു 98% നമ്മൾ അലോവേര ജ്യൂസ് എടുക്കുക, ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ. അതുപോലെ തന്നെ 1% സാന്താൻഗമോ 1% നമ്മുടെ പ്രിസർവേറ്റീവും ആഡ് ചെയ്തിട്ട് അത് അവിടെ വയ്ക്കാം. അത് വേണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹെയർ പാക്കുകളിൽ ഉപയോഗിക്കാം. അതുപോലെ നമ്മൾ മസാജ് ചെയ്യാനായിട്ട് ഫേസ് മസാജിന് അതിൽ കുറച്ച് ഓയിൽ ചേർത്തിട്ട് അത് നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ എന്തിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് നമ്മുടെ ഈ അലോവേര ജെൽ. ഇനി നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്, നമ്മൾ വീട്ടിൽ തന്നെ എടുത്തുണ്ടാക്കുന്ന സാധനം, നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ അലോവേര പൗഡർ അവൈലബിൾ ആണ്. അതായത് ഇതുപോലെ ജ്യൂസ് ഉണ്ടാക്കിയിട്ട് അത് ഉണക്കി വരുന്നതാണ് ഈ പൗഡർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ജ്യൂസ് അവൈലബിൾ ആണ്, എക്സ്ട്രാക്റ്റുകൾ അവൈലബിൾ ആണ്. പക്ഷേ എനിക്ക് നല്ല റിസൾട്ട് തോന്നിയിട്ടുള്ളത് ഈ സാധനമാണ്. അതായത് നമ്മൾ വീട്ടിലുണ്ടാക്കി എടുക്കുന്ന ജ്യൂസിൽ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു.